കുറച്ചു നേരം മുമ്പ് ലൈവില് നമ്മുടെ രതീഷും സിജോയും കൂടി ഇരുന്ന് ജബ്രികളെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. വൻ കോമഡിയാണ്. രതീഷ് പറയുന്നു, ജാസ്മിനെ ഗബ്രി പോയാല് നീ ഇവിടുത്തെ നിന്റെ ഗെയിം അവസാനിപ്പിക്കുമോ, അല്ലെങ്കിൽ ഈ ഗെയിം അവസാനിച്ച് 101ാമത്തെ ദിവസം മുതൽ നീ ഗബ്രിയെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നിനക്ക് അവനെ കാണാതിരിക്കാൻ പറ്റില്ലേ? അവനില്ലാതെ നിനക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകൂടെ? അപ്പൊ ഉടനെ ജാസ്മിൻ, ഈ 23 കൊല്ലവും ഞാൻ ജീവിച്ചത് ഇവനില്ലാതെയാണ്, അതുകൊണ്ട് ഇനിയാണെങ്കിലും ഇവൻ ഔട്ടായാൽ ഞാൻ കളിക്കും. ഷബാഷ്. അതോടെ തീർന്നു രതീഷിന്റെ. പിന്നെ ഗബ്രി വരെ സ്ഥിരം ഡയലോഗ് അടിക്കുന്നുണ്ട്, ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി. ഒരു കാര്യത്തിന് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതാണ് എന്റെ ക്ലാരിറ്റി. നിങ്ങളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ് രതീഷ് ഏട്ടാ, അത് കാരണമാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ സിജോ പറയുന്നുണ്ട്, വൈൽഡ് കാർഡുകൾ വന്നിട്ട് ഭൂരിഭാഗം പേരും ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരെയാണ്. ജാസ്മിനോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പോലും അതിൽ ഗബ്രി ഒരു എലമെന്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ പ്രേക്ഷകർ എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകൂടെ എന്നൊരു കാര്യം സിജോയും ചോദിക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് രതീഷ് വീണ്ടും പറയുന്നുണ്ട്, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, ഒരു ഗസ്റ്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ റിലേഷൻ എന്താണെന്ന് അറിയാൻ എനിക്കൊരു ആകാംക്ഷയുണ്ട്. ജബ്രികൾ ഇതിന് മറുപടി ഒന്നും പറയുന്നില്ല. പറയാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നോമിനേഷൻസ് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ബിഗ് ബോസ് വിളിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ഡിസ്കഷൻ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പ്രേക്ഷകരുടെ അഭിപ്രായമാണ് രതീഷ് പറഞ്ഞത്. പുള്ളി പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒന്നും നമുക്ക് പറയാനില്ല. നമ്മൾ ഓൾറെഡി കുറെ വീഡിയോകളിലായിട്ട് ജബ്രി റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. രതീഷിന്റെ നിലപാടാണ് കറക്റ്റ് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാം. പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. നമ്മുടെ സബ്സ്ക്രൈബർ ബേസ് വളരെ വളരെ കുറവാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.